നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നാണ്. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് നിയമസഭയിൽ ആവർത്തിച്ച് മുഖ്യമന്ത്രി. സർക്കാർ കള്ളനെ കാവലേൽപ്പിച്ചുവെന്ന് പ്രതിപക്ഷം. തത്ത തിരിഞ്ഞുകൊത്തുന്നെന്ന് രമേശ് ചെന്നിത്തല. മുല്ലക്കര സമിതിയുടെ മൂന്നാർ ശുപാർശകൾ തള്ളി എസ് രാജേന്ദ്രൻ. കുണ്ടറ ബലാത്സംഗ ഹത്യയിലും പോലീസിന്റെ വീഴ്ച ഏറ്റുപറഞ്ഞ് മുഖ്യമന്ത്രി. സിഐക്ക് പിന്നാലെ SIക്കും സസ്പെൻഷൻ. കുട്ടിയുടെ അമ്മയടക്കം 9 പേർ കസ്റ്റഡിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്തു. മിഷേൽ കേസിൽ ക്രോണിൻ ബേബി അലക്സാണ്ടർ 24 വരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ഗോവയിൽ വിശ്വാസ വോട്ട് നേടി മനോഹർ പരീക്കർ. പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ മന്ത്രിസഭാധികാരത്തിൽ. മന്ത്രിസഭയിൽ നവ്ജോത് സിംഗ് സിദ്ധുവും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ മറ്റന്നാൾ അറിയാം. ഉത്തരാഖണ്ഡ് മന്ത്രിസഭ ശനിയാഴ്ച അധികാരമേൽക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം. സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് മുറവിളി. നേതൃത്വത്തെ വിമർശിച്ച് ഗോവയിൽ കോൺഗ്രസ് MLA പാർട്ടി വിട്ടു. KPCCക്ക് താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാനൊരുങ്ങി ഹൈക്കമാൻഡ്. യാത്രാവിലക്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ഇന്ന് പ്രാബല്യത്തിലാകേണ്ട പുതിയ വിസ നിരോധന നിയമത്തിലും കോടതി വിലക്ക്. നിരോധനം മരവിപ്പിച്ചത് ഹവായ് ഫെഡറൽ കോടതി. അപ്പീൽ നൽകുമെന്ന് ട്രംപ്. റാഞ്ചി ടെസ്റ്റിന്റെ ആദ്യ ദിനം ഓസ്ട്രേലിയ മികച്ച നിലയിൽ. 4 വിക്കറ്റിന് 299. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി. ഫീൽഡിംഗിനിടെ പരിക്കേറ്റ വിരാട് കോഹ്ലിക്ക് 3ാം ടെസ്റ്റിൽ കളിക്കാനാവില്ല. അജിങ്ക്യ രഹാനെ നയിക്കും. ജേക്കബ് തോമസിന് മുഖ്യമന്ത്രി നൽകുന്നത് അന്യായമായ സംരക്ഷണമോ? ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലരും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആരും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഭരണസ്തംഭനത്തിന് ഉത്തരവാദി വിജിലൻസ് ഡയറക്ടറാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ജേക്കബ് തോമസ് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തി സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി. തമിഴ്നാട്ടിലെ രാജപാളയത്ത് അനധികൃതമായി ഭൂമി സ്വന്തമാക്കി. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന് ജേക്കബ് തോമസ് നടത്തിയത് ദുരൂഹമായ നീക്കങ്ങൾ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ജേക്കബ് തോമസിന് മുഖ്യമന്ത്രി വീണ്ടും പിന്തുണ പ്രഖ്യാപിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടപടിയില്ല. ആരോപണങ്ങൾ പരിശോധിക്കും. ജേക്കബ് തോമസിനെ വിജിലൻസിന്റെ ചുമതലയിൽ നിന്നും മാറ്റില്ല. ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി പഴയ നിലപാടിൽ കടിച്ചു തൂങ്ങുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിന് മുഖ്യ ഉത്തരവാദി വിജിലൻസ് ഡയറക്ടറാണ്. പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. കോടതിയെയും തത്ത കൊത്താൻ തുടങ്ങിയിരിക്കുന്നു സാർ. 2001-ൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ ഇസ്രയേൽ ബന്ധമുള്ള സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി ജേക്കബ് തോമസ് പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ചുവപ്പ് കാർഡ് കാണിക്കണമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. സാർ, ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, സാർ ഈ ഉദ്യോഗസ്ഥനെതിരെ അങ്ങ് ചുവപ്പ് കാർഡ് കാണിക്കണം സാർ. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ തൃപ്തരായ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ശ്രീ M. വിൻസെന്റ് MLA തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ് തിരുവനന്തപുരത്തുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിലും ശ്രീ ജേക്കബ് ജോർജ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുമായി ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രി കൂടെ ജേക്കബ് തോമസിനെ കൈവിടുകയാണ്, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്ന് വിവിധ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കൂടെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന്. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തെ കൈവിടാൻ ഒരുക്കമല്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് കൃത്യമാക്കി പറഞ്ഞത്. ജേക്കബ് തോമസിന് എന്ത് നിലക്കാണ് ഈ സംരക്ഷണം മുഖ്യമന്ത്രി നൽകുന്നത്? അത് ന്യായമായ സംരക്ഷണമാണോ? അല്ല, മുഖ്യമന്ത്രിയുടെ സംരക്ഷണം എല്ലാ ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി സംരക്ഷണം കൊടുത്തേ മതിയാവും. മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ല വാക്ക് ഉപയോഗിച്ചാൽ, മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തിൽ കഴിയുന്നവരാണ് എല്ലാ ഉദ്യോഗസ്ഥരും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ജേക്കബ് തോമസിലും
ജേക്കബ് തോമസിലും എന്ന് പ്രത്യേകം വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിട്ട് തുടരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന, അതിനു മുമ്പ് പ്രതിപക്ഷം വിൻസെൻ്റ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം, ആ പ്രമേയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാനത് വിശദമായിട്ട് പഠിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട്, അതിനെ തുടർന്ന് ചില പ്രധാന പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നില്ല. കാരണം ആ നിലയിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷം ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഏത് പാർട്ടിയുടെ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുക്കാനേ കഴിയൂ. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പരിശോധിക്കാതെ ഒരു നടപടിയെടുത്താൽ തീർച്ചയായിട്ടും അത് ശരിയല്ലല്ലോ, അദ്ദേഹം പഠിക്കട്ടെ. പക്ഷേ ഇവിടെ ജേക്കബ് തോമസിനൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ജേക്കബ് തോമസ് വിജിലൻസ് അധ്യക്ഷനായിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത ജേക്കബ് തോമസിനാണ്. മറ്റാരേക്കാട്ടിലും കൂടുതൽ ജേക്കബ് തോമസിനാണുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സായി കിരൺ കൊടുത്ത വാർത്തകൾ, അത് പ്രത്യേകം ഓർക്കണം, ആ റിപ്പോർട്ടിൽ സായി കിരണിൻ്റേതായിട്ട് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പരാമർശമില്ല. ക്ലീൻ റിപ്പോർട്ടാണ്, നല്ല പത്രപ്രവർത്തകർ പഠിക്കേണ്ട റിപ്പോർട്ടാണത്. കാരണം ഒരു ഇടപെടലുമില്ലാതെ സ്വന്തമായി ഒരു വാക്ക് പോലും ഒരു അലങ്കാരമോ ഒരു സമയമോ ചേർക്കാതെ തയ്യാറാക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതി എന്താണ്, തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ജേക്കബ് തോമസ് സമൂഹത്തോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ ബാധ്യത, മുഖ്യമന്ത്രിയുടെ ബാധ്യത തീരും, അദ്ദേഹത്തിൻ്റെ ബാധ്യത തിരിയും. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ബോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലല്ല, ജേക്കബ് തോമസിൻ്റെ കോർട്ടിലാണ്. അദ്ദേഹമാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കാനുള്ള ബാധ്യത ഡോക്ടർ ജേക്കബ് തോമസിനുണ്ട്. കാരണം അദ്ദേഹം വളരെ അഴിമതി നിരോധന നിയമത്തിൻ്റെ ബലത്തിലുള്ള വിജിലൻസ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ മേൽ കറ പുരളാൻ പാടില്ല, സംശയങ്ങൾ ആരോപിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ബാധ്യത മുഴുവനും ജേക്കബ് തോമസിനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ വാർത്ത, ഈ ആരോപണം, ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് എം വിൻസെൻ്റ് MLA ഉന്നയിച്ച ഈ ആരോപണം അങ്ങേയറ്റം കൃത്യതയാർന്ന തോതിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ ഭൂമി ഇടപാട് നടത്തിയത് ജേക്കബ് തോമസ് ആണ്. അത് അദ്ദേഹം 2 തവണ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണക്കിൽ രേഖപ്പെടുത്തിയിരുന്നു, പിന്നീട് അത് കാണുന്നില്ല. അതിൽ അദ്ദേഹം ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്നത്. അത് തന്നെയാണ് ആരോപണമായിട്ട് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തത്. നമുക്ക് മുന്നിൽ കൃത്യമായിട്ടൊരു ക്രമക്കേട് നടന്നതായി തോന്നുന്ന ആരോപണം മുന്നിലുണ്ടായിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടതില്ല എന്ന് നിയമസഭയ്ക്കകത്ത് നിലപാടെടുക്കുന്നത് ന്യായയുക്തിയുള്ള സംരക്ഷണം നൽകലാണോ? തീർച്ചയായിട്ടുമാണ്. ഇവിടെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ അഴിമതിക്കാരായ ഒരുപാട് ആളുകൾ ഉപജാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകരും പെട്ടുപോയിരിക്കുന്നതാണ് സത്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം വിജിലൻസ് ഡയറക്ടർ, മുമ്പ് പല ആളുകളും ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. വിജിലൻസ് ഡയറക്ടറുടെ പദവി വ്യഭിചരിച്ചവരാണ് ആ സ്ഥാനത്തിരുന്ന അധികം ആളുകൾ. ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്ന സ്ഥലത്ത് സത്യസന്ധനായ ഒരാൾ ഇരിക്കുന്നു, അതും അഴിമതിക്കാരായ പല ആളുകൾക്കും തലവേദന ഉണ്ടാകുന്നു. ഇതിങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടന്നാൽ നമ്മുടെ കച്ചവടം പൂട്ടും എന്ന് ഉറപ്പുള്ള ആളുകൾ അവർ ഇദ്ദേഹത്തിനെതിരെ പല യക്ഷിക്കഥകളും പക്ഷിക്കഥകളും മെനഞ്ഞുണ്ടാക്കി. അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നോ മാതൃഭൂമിയിൽ വന്നോ എന്നുള്ളതല്ല പ്രശ്നം. ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആരോപണങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരു പഞ്ഞുമില്ല. ആർക്കെതിരായിട്ട് എന്ത് ആരോപണം ഉന്നയിക്കാം. അതൊക്കെ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു പത്രത്തിലൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അന്ന് പറഞ്ഞ് ചില ആൾക്കാർ അവിശ്വാസം അല്ല അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു. അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. അടിയന്തര പ്രമേയം ഉന്നയിക്കാം, സബ്മിഷൻ അവതരിപ്പിക്കാം, സന്ദർശനിക്കൽ കൊണ്ടുവരാം, പലതും ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം വരുന്നു, നല്ല ദുരാരോപണം വന്നാൽ അങ്ങനെ ആളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ. അദ്ദേഹത്തിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു. തിരിച്ചു വരാം. ശ്രീ എം വിൻസെൻ്റ്, മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശരി, അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക, ആ കട്ടിൽ കണ്ട് നിങ്ങളാരും പനിക്കേണ്ടതില്ല. എന്തെങ്കിലും ഒരു ആരോപണം ഇങ്ങോട്ട് ഉന്നയിച്ചാൽ ഉടനെ തന്നെ ആളുകൾക്ക് ഭയമുള്ള കാര്യങ്ങൾ നേരാവണ്ണം കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥനെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അഭിനന്ദിക്കുകയാണ് ജനം ചെയ്യുക. പ്രതിപക്ഷം ചുമ്മാ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന നിലപാടിലേക്ക് നാട്ടുകാരെത്തുകയാണ് ചെയ്യുക. അങ്ങനെയല്ലേ? അല്ല, ജനത്തിൻ്റെ
അഭിപ്രായത്തിൻ്റെ ജനത്തിൻ്റെ മനോഗതി അറിയാനുള്ള മൊത്തത്തിലുള്ള അവകാശം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വളർന്നു വരുന്ന ഒരു അഭിപ്രായ പ്രകടനം ചാനൽ ചർച്ചകൾ വരുന്ന പലരും പറയുന്നുണ്ട്, ജേക്കബ് തോമസിനെതിരെ ഒരിക്കലും ആരും ഒന്നും മിണ്ടാൻ പാടില്ല. എന്തെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ പോലും എന്തെങ്കിലും ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നാൽ അതെല്ലാം ദുരാരോപണങ്ങളാണ്, അതെല്ലാം തള്ളിക്കളയണം, അത് അന്വേഷിക്കാനേ പാടില്ല, അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് പറയുന്ന ഒരു മനോഭാവം, അതിലെന്ത് നീതിയാണ് അടങ്ങിയിരിക്കുന്നത്? ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഏത് അളവുകോലിൽ വെച്ചാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ നമ്മൾ അളക്കേണ്ടത്? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 4 ദിവസമായി ചില പത്രങ്ങളിൽ ജേക്കബ് തോമസിനെ സംബന്ധിച്ച് ചില വാർത്തകൾ വരുന്നു. വിജിലൻസ് പോലുള്ള കേരളത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി അഴിമതിക്കാരെ അന്വേഷിച്ച് കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട സർക്കാരിൻ്റെ സുപ്രധാന ഏജൻസിയായ വിജിലൻസിൻ്റെ ഡയറക്ടർക്കെതിരായി തന്നെ ചില ആരോപണങ്ങൾ വരുമ്പോൾ ഈ 4 ദിവസമായി അതിനെക്കുറിച്ച് ഏതൊരു തരത്തിലും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്താണ് മിസ്റ്റർ ജേക്കബ് തോമസ് ഇതിൽ സംഭവിച്ചത് എന്നൊരു വിശദീകരണം പോലും അദ്ദേഹത്തിനോട് ചോദിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി, ഈ ആരോപണങ്ങൾ സത്യമാണെന്ന് വെളിവാക്കുന്ന ഒരുപാട് രേഖകൾ പുറത്തു വരുന്നു. ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നിരവധി രേഖകൾ അവിടെ കാണിക്കുകയുണ്ടായി. അവിടെ ഈ കഴിഞ്ഞ 2001 അദ്ദേഹം 50 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ട് അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അസറ്റ് ഡിക്ലറേഷനിൽ ഉൾക്കൊള്ളിച്ചില്ല. ഇതേ കാരണത്തിൻ്റെ പേരിലാണ് ശ്രീ KM എബ്രഹാമിൻ്റെ വീട് അദ്ദേഹം റെയ്ഡ് ചെയ്തത്. ഇതേ വിജിലൻസ് ഡയറക്ടർ KM എബ്രഹാമിൻ്റെ വീട് റെയ്ഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അസറ്റ് ഡിക്ലറേഷനിൽ 2 കാര്യങ്ങൾ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി ഭൂമി വാങ്ങിയെന്നാണ് കമ്പനിയുടെ ഡയറക്ടർ പറയുന്നത്. കേരളത്തിലെ ഒരു IPS ഓഫീസർ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള ഇടനിലക്കാരനാണോ? അതൊരു ബിനാമിയായി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണോ? അഥവാ അങ്ങനെ കമ്പനിക്ക് വേണ്ടിയാണ് ഭൂമി വാങ്ങിക്കൊടുത്തതെങ്കിൽ 2001 വാങ്ങിയ ഭൂമി 2017 അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള എൻകംബറൻസ് രേഖകൾ ഞാൻ സഭയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരായിരിക്കുകയാണ്. ഇനി തെളിവുകളൊന്നും തന്നെ ഇല്ലെന്ന് വിചാരിക്കട്ടെ, വെറും മാധ്യമ വാർത്തകളാണെന്ന് വിചാരിക്കട്ടെ, നീതിബോധമുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? അഴിമതി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനോട് എന്താണ് ഇതിൽ കഴമ്പുണ്ടോ എന്നൊരു വിശദീകരണം ഔദ്യോഗികമായി എഴുതി വാങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? നമുക്ക് ചില വ്യക്തികൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതെല്ലാം ആരോപണങ്ങളാണ്, എന്നാൽ മറ്റു ചിലർക്കെതിരെ വരുമ്പോൾ അതിൽ അടിസ്ഥാനമില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ശ്രീ വിൻസെന്റ്, ആരോപണങ്ങൾ സംബന്ധിച്ച് വേണമെങ്കിൽ പരിശോധിക്കാം, ആവശ്യമായ പരിശോധനകൾ നടത്താം. കുറ്റം ചെയ്യുകയാണെങ്കിൽ തെറ്റാണെന്ന് തെളിഞ്ഞാൽ സംരക്ഷിക്കുകയില്ല എന്നുകൂടെ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ 1% പോലും ആത്മാർത്ഥതയില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ പോലീസ് മേധാവികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്ര കട്ടിങ്സ് കൊണ്ടു കൊടുക്കും. അദ്ദേഹം പരിശോധിച്ചോ? അദ്ദേഹം മാത്രമല്ല, പരിശോധിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം ഇതിന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലെ മറ്റൊരു ഉദ്യോഗസ്ഥനില്ല എന്നാണ്. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ട് പ്രതിപക്ഷത്തിൻ്റെയും ജനങ്ങളുടെയും മുന്നിൽ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പരിശോധിക്കുമെന്ന്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം സംരക്ഷണ വ്യഗ്രത പിണറായി വിജയൻ ശ്രീ ജേക്കബ് തോമസിന് വേണ്ടി കാണിക്കുന്നു എന്ന വിമർശത്തിന്മേലാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തുന്നയിച്ച ആക്ഷേപങ്ങൾ, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രസക്തമാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കമ്പനിയുണ്ട്, അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഒരു കമ്പനിക്ക് വേണ്ടി ഇടനിലക്കാരനായി ഭൂമി വാങ്ങിച്ചു കൊടുക്കേണ്ടുന്ന കാര്യം എന്താണ് അദ്ദേഹത്തിന്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവര കണക്കുകളിൽ രേഖപ്പെടുത്താത്തത് എന്നതൊക്കെ പോലുള്ള 100,000 ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒരു തരത്തിലും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതിന് എന്താണ് ന്യായീകരണം ഉണ്ടാവുക? സത്യസന്ധവും നീതിപൂർവകവുമായി വിജിലൻസിൻ്റെ തലപ്പത്ത് ഒരാൾ ഇരുന്നാൽ അത് X or Y, അയാളെ ഭയപ്പെടുക എന്നത് എൻ്റെ സുഹൃത്ത് വിൻസെൻറ്റിൻ്റെ പാർട്ടി കോൺഗ്രസ് പാറ്റൂർ ഫ്ലാറ്റ് കേസിലും
ബാർ കോഴക്കേസിലെ ബാബു, അതുപോലെ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ അടങ്ങുന്ന പാർട്ടിക്ക് വലിയ വിഷമമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വിഷമം സ്വാഭാവികമാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജേക്കബ് തോമസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ നീതിപൂർവകമായി അന്വേഷിക്കുക കേസ്, ആ കേസിൽ നടപടിയെടുക്കുക എന്ന് പറയുമ്പോൾ അവർ തന്നെ ഇല്ലാതാക്കുന്ന പ്രശ്നമാണ്. നമുക്കറിയാലോ, ബാർ കോഴക്കേസിൽ ജേക്കബ് തോമസ് ഉണ്ടോ, ഇല്ല, ഉണ്ട്, ഇല്ലേ, ഉണ്ട്, ഉണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസ് ആയാലും മറ്റാരായാലും സത്യസന്ധമായി അന്വേഷിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. രണ്ടാമത്തത് ജേക്കബ് തോമസിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം ഇതുവരെ നിയമപരമായി ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടില്ല. പിന്നെ പത്രത്തിൽ പല വാർത്തയും വരുന്നുണ്ട്. ഈ വാർത്ത വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുള്ളേണ്ട ഒരാളാണോ മുഖ്യമന്ത്രി? അങ്ങനെ തുള്ളേണ്ട ആളാണോ ഗവൺമെൻറ്? തുള്ളേണ്ട ആളുകളാണോ ഗവൺമെൻറ്? സ്വാഭാവികമായി അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും വന്ന് വിജിലൻസിനെ നിങ്ങൾക്ക് അനുകൂലമാക്കി തിരിച്ചു കളയാമെന്ന ധാരണയിൽ ആ കട്ടിൽ കണ്ട് നിങ്ങൾ പലിക്കേണ്ടതില്ല. മറിച്ച് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകും. അത് ജേക്കബ് തോമസിനും ബാധകമാണ്. പക്ഷേ അവിടെ ശ്രീ പി എം മനോജ്, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തുള്ളേണ്ടുന്നയാളാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യം സംഗതമാണ്. അതവിടെ നിൽക്കട്ടെ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഒരു അംഗം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഇതാ ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന്. അദ്ദേഹത്തിന് കൈവശം തെളിവുകളുണ്ട്. അദ്ദേഹമാണ് നമുക്കൊപ്പം ഇരിക്കുന്നത്. ഈ തെളിവുകൾ അദ്ദേഹം അതോടൊപ്പം ചേർത്ത് പറയുന്നു, സമാനമായ ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള രേഖകളിൽ കാണിച്ചിട്ടില്ല സ്വത്ത് എന്നത് സംബന്ധിച്ചാണ് മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ ഇതേ ഡയറക്ടർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതേ കുറ്റം ചെയ്ത ഒരാളെ സംശയത്തിൻ്റെ ആനുകൂല്യം പോലും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നൽകേണ്ടതുണ്ട് എന്നതുപോലും നോക്കാതെ ആ കട്ടിൽ കണ്ട് നിങ്ങൾ പനിക്കേണ്ടതില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, അദ്ദേഹം തുടരും എന്ന് അദ്ദേഹത്തിന് വലിയ സ്തുതിവാചകങ്ങളോടുകൂടി മുഖ്യമന്ത്രി നിന്നു കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഈ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപത്തിൽ ഒട്ടും കഴമ്പില്ല എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെയൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ മറുപടി വളരെ വ്യക്തമാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ 1999 മുതൽ 2003 വരെ ജേക്കബ് തോമസ് എവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഭൂമി വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കേണ്ട വേറെ കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ ശ്രീ ജേക്കബ് തോമസ് അർഹമായ യോഗ്യതയോടുകൂടിയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ആ യോഗ്യത ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ഒരു അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹത്തിന് ഭൂമി വാങ്ങിയെന്ന് പറഞ്ഞോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രവാർത്ത അദ്ദേഹം ഇതാ കിട്ടിയ പരാതികളെല്ലാം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുന്നു എന്ന വ്യാജധ്വനിയുള്ള വാർത്ത കൊടുത്തോ അല്ല. യഥാർത്ഥത്തിൽ വിജിലൻസ് സാധാരണ നിലയിൽ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട പത്രം എല്ലാ പരാതികളും IAS-ന് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തത്. ഇങ്ങനെ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള വലിയൊരു കോറസ് നാട്ടിലുണ്ട്. ആ കോറസിൻ്റെ കൂടെയല്ല ഗവൺമെൻറ്. ജേക്കബ് തോമസിനെതിരായി മെറിറ്റോറിയസ് ആയിട്ട് എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ, കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലും സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവില്ല എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ അതല്ലേ ശരി? അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോഴ് ജേക്കബ് തോമസ് എല്ലാ യോഗ്യതകളോടും കൂടിയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അഴിമതിക്കാരെ സംരക്ഷിക്കാനായി പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും ഗവൺമെൻറ് കൂട്ടുനിൽക്കില്ല എന്ന് വളരെ വ്യക്തമാണ് ആ നിലപാട്. അങ്ങനെ പറയുമ്പോൾ അത് വ്യക്തമാണ്. ശ്രീ എം വിൻസെന്റ്, അതായത് അദ്ദേഹം ഇപ്പോൾ വേണ്ട യോഗ്യതകളെല്ലാം കൊണ്ട് ആ സ്ഥാനത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ പല കാരണങ്ങളാൽ പുകച്ചു പുറത്തിയാടിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. മാധ്യമ വാർത്തകൾ കൂടെ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ പുകച്ചു ചാടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരമൊരു ആരോപണം, നിങ്ങൾക്കതിനുള്ള കാരണങ്ങളുണ്ട്. കഴിഞ്ഞ സർക്കാരിനെതിരെ, മന്ത്രിമാർക്കെതിരെ കർക്കശമായ നടപടികളെടുത്ത അടക്കമുള്ള കാരണങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഇങ്ങോട്ട് വെക്കേണ്ടതില്ല. പക്ഷേ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് കണ്ടാൽ അദ്ദേഹത്തെ അടക്കം പുറത്താക്കുന്നതിൽ മടിയുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രിയെയാണ്, അതിനെ പരിഹസിച്ച് കളയുന്ന മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ താങ്കളും നാട്ടുകാരും കണ്ടത്. അല്ല, എത്രമാത്രമാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് എഴുതാപ്പുറമാണ് വായിച്ചിരിക്കുന്നത്. മനോജും അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ നിയമസഭാ രേഖകൾ പരിശോധിക്കൂ. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഞാനോ അവസാനം വാക്കൗട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവോ ഈ
വിജിലൻസ് ഡയറക്ടർ സ്ഥാനമൊഴിയണമെന്നോ അദ്ദേഹത്തെ മാറ്റണമെന്നോ ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നല്ലേ പറയുന്നു. ഈ കട്ടിൽ കണ്ടാൽ ഞങ്ങൾക്കാർക്കും പനി വരികയില്ല. ഈ കട്ടിൽ കണ്ടാൽ തോന്നുന്നത് പനിയല്ല, പരിഹാസമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു ഉദ്യോഗസ്ഥനെതിരായി രേഖകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു തുടർച്ചയായി 4 ദിവസമായി വാർത്തകൾ വരുമ്പോൾ അതൊന്ന് കേവലമായി ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ അത് അവഗണിച്ച മുഖ്യമന്ത്രിയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ അഴിമതി വിരുദ്ധരാണ് എങ്കിൽ ആരഴിമതി കാണിച്ചാലും അത് പരിശോധിക്കണ്ടേ? അത് പരിശോധിച്ച് ശരിയോ തെറ്റോ എന്ന് നിങ്ങളുടെ കയ്യിലുള്ള പോലീസുകാരെ വെച്ച് പരിശോധിച്ചോ, ആരെ വെച്ച് പരിശോധിച്ചോ? അത് താങ്കളുടെ അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രമല്ലേ? അതായത് ഇതൊന്ന് അന്വേഷിക്കാൻ പറയുക, അന്വേഷണം നടത്തിയാൽ അപ്പോൾ ഉടൻ തന്നെ ഇനി ആ സ്ഥാനത്ത് ഇരിക്കാനാവുകയില്ല എന്ന് പറയുക, അദ്ദേഹത്തെ പുറത്താക്കുക. ആദ്യം മാധ്യമ വാർത്തകൾ, പിന്നീട് പ്രതിപക്ഷാരോപണം, നിയമസഭയ്ക്കകത്ത് അന്വേഷണത്തിലേക്ക് കൊണ്ടുപോവുക, അന്വേഷണം വരുന്നു, പുറത്താക്കാൻ ആവശ്യപ്പെടുക. വളരെ എളുപ്പമല്ലേ? ഇത് രാഷ്ട്രീയമല്ലേ? ആൾക്കാർക്ക് മനസ്സിലാവുന്നതല്ലേ? അല്ലല്ല, ഇപ്പോൾ തന്നെ ചില മന്ത്രിമാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങൾ ആരെങ്കിലും അവർ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഒരു മന്ത്രിക്കെതിരെ പരാതി കൊടുത്തു. 2 മാസം മുമ്പ് കൊടുത്തതാണ്. ആ പരാതിയിൽ 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പരാതിക്കാരനും ഒരു MLA-യുമായ എന്നിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും ഈ ജേക്കബ് തോമസിൻ്റെ കീഴിലുള്ള വിജിലൻസ് തയ്യാറാകുന്നില്ല. ഒരു മന്ത്രിക്കെതിരെ ഞാനൊരു പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് പരാതിക്കാരൻ എന്നൊരു മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്ത വിജിലൻസാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാജി ആവശ്യപ്പെടും എന്നൊന്നും പറയുന്നതിൽ കഴമ്പില്ല. പക്ഷേ ഞങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഇവിടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ജേക്കബ് തോമസിനെ നമുക്ക് മികച്ച ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനായ ആളാണ് എന്ന മുൻവിധിക്കകത്ത് നിന്ന് തന്നെ സമീപിക്കുക. പക്ഷേ അപ്പോൾ തന്നെയും ഒരു പുതിയ ആരോപണമാണ്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറയുന്ന പോലെ പത്രക്കാരൻ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടല്ലാതെ തന്നെ ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് ആദ്യഘട്ടത്തിൽ സ്വത്ത് കണക്കിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. 33 പേരിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്രയും സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, അത് രേഖപ്പെടുത്തുന്നില്ല. ഇതൊക്കെ ഏതോ തരത്തിലുള്ള ക്രമക്കേടല്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥാനമടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് വാങ്ങിയതല്ലേ? ഒരു സ്വകാര്യ കമ്പനിക്ക് സ്ഥലം വാങ്ങാൻ ഇടനിലക്കാരനായി നിൽക്കേണ്ടുന്നയാളാണോ ഇതുപോലത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതുപോലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രത്യേക ആക്ഷേപം അങ്ങ് തള്ളിക്കളയാവുന്നത് ശരിയാണോ? ജേക്കബ് തോമസ് നല്ല ആളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഒരു കുഴപ്പവും ചെയ്യില്ല, അദ്ദേഹത്തിനെതിരായുള്ള ആക്ഷേപങ്ങളൊന്നും അന്വേഷിക്കപ്പെടേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നത് ശരിയാകുമോ? അല്ല, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആർക്കെതിരായിട്ട് എന്താ ആക്ഷേപം വന്നാലും അന്വേഷിക്കണം. ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി ഒരു കടലാസിൽ എഴുതി കൊടുക്കുകയല്ലേ ഇത്. നിയമസഭാ തലത്തിൽ പത്രത്തിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിച്ചും പേയും പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? പിച്ചും പേയും പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇവിടെ ശ്രീ KM മാണിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ എന്താ ചെയ്തത്? VS അച്യുതാനന്ദൻ ഒരു പരാതിയായിട്ട് എഴുതി അവിടെ കൊടുത്തു. അതിനെക്കുറിച്ച് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്കുള്ള കാര്യങ്ങൾ പോയത്? അങ്ങനെയല്ലേ KM മാണി പെരുവഴിയായി പോയത്? നമുക്ക് ഓർമ്മയില്ലേ? K ബാബുവിനെതിരായിട്ട് എന്താ ചെയ്തത്? ഇവിടെ കുമ്മനം രാജശേഖരൻ പരാതി എഴുതി കൊടുത്തില്ലേ? മറ്റ് പല ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തില്ല. പരാതി എഴുതി കൊടുക്കണം. അതിന് പകരം നിയമസഭയിൽ വന്ന് അതും ഇതും പറഞ്ഞിട്ട് വല്ല കാര്യം കിട്ടും? പറയേണ്ട സ്ഥലങ്ങളിൽ പറയണം. നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. അതിന് ലളിതകുമാരി കേസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിയമപരമായ നടപടിയിലേക്ക് പോകണം. ജേക്കബ് തോമസ് അല്ല, ഏത് ദൈവം തമ്പുരാനെതിരായിട്ടും പരാതി കൊടുക്കാൻ തയ്യാറൊന്നുമില്ല. പിണറായി വിജയനെതിരായിട്ട് കൊടുക്കാം, PM മനോജനെതിരായിട്ട് കൊടുക്കാം, എനിക്കെതിരായിട്ട് കൊടുക്കാം, വിൻസെൻറ്റിനെതിരായിട്ട് കൊടുക്കാം, ആർക്കെതിരായിട്ട് കൊടുക്കാം. കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളാരും എതിരുമല്ല. പക്ഷേ നിയമപരമായ സംവിധാനം ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാതെ വെറുതെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വായിച്ചു, അല്ലെങ്കിൽ മാതൃഭൂമിയിൽ വായിച്ചു, മലയാള മനോരമയിൽ വായിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ ചെളിവാരി എറിയുക, അധിക്ഷേപിക്കുക, അതിൽ യാതൊരു ന്യായവുമില്ല. മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശരി എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി ആലോചിക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു? നമ്മുടെ മഞ്ഞളാംകുഴി അലി എന്ന് പറഞ്ഞ മഹാനായ ഒരു മന്ത്രിയോട് ഉണ്ടായിരുന്നല്ലോ. പുള്ളി പറഞ്ഞത് അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ ഈ ഉദ്യോഗസ്ഥനെ വീട്ടിൽ പറഞ്ഞ് അയക്കുമായിരുന്നു എന്നാണ്. ഇയാൾ IPS കോപ്പി അടിച്ച് പാസ്സായതല്ലേ, കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ പോലെ. അങ്ങനെയൊന്നുമല്ല, അയാൾ പഠിച്ച് പരീക്ഷ എഴുതി IPS വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞളാംകുഴി അലിയുടെ കാര്യസ്ഥനും അല്ലല്ലോ അയാളെ പിരിച്ചുവിടാനായിട്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ചില നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. ഇവിടെ IAS ലോബി നമുക്കറിയാമല്ലോ. കഴിഞ്ഞ മുമ്പത്തെ മാസം ഇവിടെ ലീവ് എടുത്ത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചില്ല. എന്നിട്ട് എന്തുണ്ടായത്? അങ്ങനെയൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. IAS കൂട്ട ലീവ് എടുത്ത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ച കാരണം എന്താ? IAS പല അഴിമതികളും പുറത്തു വരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു. IAS ഈ രാജ്യത്ത് ഇത് കിട്ടിയ ആൾക്കാരാണല്ലോ, തുമ്പിക്കൈയും കൊമ്പും ഉള്ള ആൾക്കാരാണ്.
നെറ്റിപ്പട്ടം കെട്ടിയ ആൾക്കാരാണ്. അവർക്കെതിരായിട്ട് ഒരു അന്വേഷണം നടത്താൻ പാടില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതുപോലെയുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി അത് പത്രക്കാർക്ക് കൊടുക്കുന്നു. പത്രക്കാർ കിട്ടിയതും കിട്ടാത്തതും എല്ലാം കൂടി ചേർത്ത് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷക്കാർക്ക് പണ്ടേ ഇദ്ദേഹത്തോട് വലിയ സ്നേഹവും വാത്സല്യവുമാണ്. അവർ ഉടനെ തന്നെ അടിയന്തര പ്രമേയമായിട്ട് വരുന്നു. ആ സന്ദർഭത്തിൽ ഏത് മുഖ്യമന്ത്രിക്കും ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അല്ലാണ്ടാകണം. ഒരു നിമിഷം ഞാൻ താങ്കളെ തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ പൂർണ്ണമായും കള്ളക്കഥകളാണ്, ഇദ്ദേഹം ഒഴികെ ബാക്കിയെല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും മോശക്കാരാണ് എന്ന നില സ്ഥാപിക്കപ്പെടുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അത് ഇന്ന് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തു. ഈ വാർത്ത സംബന്ധിച്ച് അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാവുന്ന നിലക്കാണോ ഈ വാർത്ത ഉള്ളത്? അത് സംബന്ധിച്ച് വിശദീകരണം മതിയായ തോതിൽ വന്നിട്ടുണ്ടോ? ഇത് ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ പോലും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇത് ഇത് ഉന്നയിച്ചതിൻ്റെ പ്രശ്നം നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന കാര്യം ഉത്തരവാദപ്പെട്ട പത്രപ്രവർത്തകർ എന്തിന് ജേക്കബ് തോമസിനെതിരെ എഴുതുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രദ്ധിക്കണം, അതാണ് ഞാൻ പറയുന്നത്. ഒരു വശത്ത് പത്രപ്രവർത്തകർ, മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണത്. നിയമസഭയിൽ സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം നിയമസഭയിൽ ഓരോ സാമാജികനുമുണ്ട്. പ്രതിപക്ഷത്തിനുള്ള അവകാശമാണത്. ഇതാണ് പൊളിറ്റിക്കൽ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ പ്രതിപക്ഷം കിടക്കുമ്പോൾ എങ്ങനെ ജയശങ്കറിനെ കുറ്റപ്പെടുത്താൻ പറ്റും? എങ്ങനെ ആക്ഷേപിക്കാൻ പറ്റും? നിങ്ങൾ ഉടനെ കോടതി പോകണം, പ്രതിപക്ഷം നിയമസഭയിലോ പുറത്തോ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൂടാ എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങയുടെ രാഷ്ട്രീയമായ വിദ്യാഭ്യാസം? തീർച്ചയായും അങ്ങ് വലിയ പണ്ഡിതനല്ലേ, ചരിത്ര പണ്ഡിതനല്ലേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അങ്ങ് കേരളത്തിലെ പ്രതിപക്ഷം, ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എത്രയെത്ര ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഞാൻ പത്രപ്രവർത്തനത്തെക്കുറിച്ച് കാര്യം പറയാം. സായി കിരൺ, അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ശ്രീജൻ തിരുവനന്തപുരത്തെ എൻ്റെ അടുത്ത പത്രപ്രവർത്തക സുഹൃത്തുക്കളാണ്. നിലപാടുകളിൽ വളരെ ധീരമായി നിലപാടുകളെടുക്കുന്നവർ. ഒരു കാരണവശാലും അവരെ വശപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ സത്യസന്ധരായ പത്രപ്രവർത്തകന്മാരിൽ ഒരു രണ്ടുപേരാണ് ശ്രീജനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സായി കിരണും. സായി കിരണാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ അലങ്കാരങ്ങളോ പൊടിപ്പോ തൊങ്ങലോ ലേശമായിട്ട് എന്തെങ്കിലും കമൻറ്റ് വെച്ചിട്ടില്ല. പക്ഷേ ജയശങ്കർ കേരളത്തിലെ എത്രയോ അഴിമതി ആരോപണങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ പത്രങ്ങളല്ലേ, ഇവിടുത്തെ പത്രപ്രവർത്തകരല്ലേ, ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ. ഇപ്പോഴും ദൈനംദിനം എന്തെല്ലാം കഥകൾ കൊണ്ടിരുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി എന്നാണ് നമ്മൾ കേട്ടോ പത്രപ്പെട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ല കഥയല്ല, കള്ളക്കഥകളല്ല. അതുകൊണ്ട് ഇപ്പം അല്ല, നേരത്തെ ജയശങ്കർ പറഞ്ഞത് ദുരാരോപണം, സായി കിരൺ കൊടുത്തിരിക്കുന്ന ദുരാരോപണമാണെങ്കിൽ അതിന് റെമഡി ഉണ്ടല്ലോ. ജേക്കബ് തോമസിന് അവകാശമുണ്ടല്ലോ, അദ്ദേഹത്തിന് കോടതി പോകാമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കാമല്ലോ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്കൊപ്പം മറ്റ് അതിഥികളിലേക്കും വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.